ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പാർക്കിൽ നടക്കാൻ പോയ സമയത്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു ചേച്ചിയെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ നേരിട്ട് കാണുന്നത്. എന്നെ പരിചയമുള്ള എൻ്റെ 1-2 സുഹൃത്തുക്കളൊക്കെ പിന്നെ അതുപോലെ എൻ്റെ ബന്ധുക്കളൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിലും പുറത്ത് നിന്ന് ഇങ്ങനെ അറിയാത്ത ഒരാൾ ആദ്യമായിട്ടാണ് കണ്ടത് കേട്ടോ. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാണ്. രശ്മി ദീനു എന്നാണ് ആ ചേച്ചിയുടെ പേര്. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഞങ്ങളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നലെ ഇങ്ങനെ നടക്കാനായിട്ട് പോയ സമയത്ത് ഇങ്ങനെ കണ്ടതാണ്. അതായത് മൺഡേ ആണ് കണ്ടത് കേട്ടോ. അപ്പൊ കണ്ടപ്പോഴത്തേക്ക് ഓടി വന്ന് ഞങ്ങളോട് സംസാരിച്ചു. അപ്പൊ ഞാനാണെങ്കിൽ പെട്ടെന്ന് ആരോടും അങ്ങനെ പെട്ടെന്ന് അധികം സംസാരിക്കാത്ത ഒരാളാണ്. അപ്പം ഞാനിത് എൻ്റെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ഇൻസിഡന്റ് ആയതുകൊണ്ട് ഞാനൊന്നിങ്ങനെ ഷോക്ക്ഡ് ആയതുപോലെ നിന്നായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ബ്ലാങ്ക് ആയി പോയി. എന്ത് പറയണം, എന്ത് ചോദിക്കണം എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. ചോദിച്ചതിന് മാത്രമാണ് ഞാൻ മറുപടി പറഞ്ഞത് കേട്ടോ. ഹസ്ബൻഡ് നന്നായിട്ട് സംസാരിച്ചു. അപ്പോൾ നേരിട്ട് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം തോന്നി. ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. അപ്പം ഞാൻ കമന്റിൽ പിന്നീട് റിപ്ലൈയും കൊടുത്തിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ സ്റ്റക്കായി നിന്നത് കൊണ്ട് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതൊക്കെ ഒരു പുതിയൊരു അനുഭവമാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളായിട്ട് എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. പിന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. രേഷ്മ സുജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ കമന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഒരു പ്രഗ്നന്റ് ആയിരുന്ന സമയത്താണ് കണ്ടതെന്നും ഇപ്പോൾ കുഞ്ഞ് ജനിച്ചിട്ട് 3 മാസമായി എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോന് 3 മാസമായി എന്ന് പറഞ്ഞു. 3 മാസം കംപ്ലീറ്റ് ആയി, 4 മാസം തുടങ്ങുവാണ്. പക്ഷേ ഒരു വിഷമം പറയാനാണ് കമന്റ് അയച്ചത് കേട്ടോ. അതായത് കുഞ്ഞ് വലിയ ആക്റ്റീവ് ആയിട്ടല്ല, ഈ 3 മാസം പ്രായത്തിലുള്ള മറ്റു കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങൾ ഈ കുഞ്ഞ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണെന്ന് പറഞ്ഞേട്ടാ. അപ്പം ഇങ്ങനെ ഒരു കമന്റ് ഇടാമോ എന്ന് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് വിഷമത്തോടെയാണ് ആ കമന്റ് അറിയിച്ചത്. അപ്പം എനിക്കത് വായിച്ചപ്പോഴത്തേക്കും നല്ല വിഷമം തോന്നി. പക്ഷേ ഞാൻ പറഞ്ഞത് വിഷമിക്കേണ്ട, നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാവും. അപ്പോൾ എന്നോട് പ്രത്യേകം കമന്റിൽ പറഞ്ഞിരുന്നു ഞാൻ ദൈവഭക്തിയുള്ള ആളാണെന്ന് മനസ്സിലായി, അപ്പോൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കമന്റ് ഇട്ടത് കേട്ടോ. മാത്രമല്ല നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരോടും പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിങ്ങനെ നല്ല ആക്റ്റീവ് അല്ലാത്ത കാരണം കൊണ്ട് ആൾക്ക് നല്ല പേടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പേടി മാത്രമല്ല, ടെൻഷനാണ്, ആകെ വിഷമിച്ചിട്ടാണ് കേട്ടോ കമന്റ് അയച്ചത്. അപ്പോൾ ശരിക്കും ഒരു അമ്മയുടെ വിഷമം നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പൊ എൻ്റെ ആമയും ഇതുപോലെ ആയിരുന്നു കേട്ടോ. പെട്ടെന്നൊന്നും സംസാരിച്ചൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. അവള് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ കളിയാക്കിയിട്ടുണ്ട് നാട്ടിലൊക്കെ പോകുന്ന സമയത്ത്. അവൾക്ക് എന്തോ പ്രശ്നമുണ്ട്, സമയത്ത് സംസാരിക്കാത്തതുണ്ടെന്നൊക്കെ. പിന്നീട് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ എല്ലാ കുട്ടികളും ഓരോ രീതിയിലാണ്, വേറെ അവൾക്ക് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് വലിയ ടെൻഷനും പേടിയൊന്നും തോന്നിയില്ല. പക്ഷെ അവൾ 2 വയസ്സിന് ശേഷമാണ് ശരിക്കും നന്നായിട്ടൊന്ന് സംസാരിച്ച് തുടങ്ങിയത്. ഏതൊരു അമ്മയ്ക്കും ഉണ്ടാവുന്നൊരു വിഷമമാണ് ഈ കൂട്ടുകാരിയെ നമ്മളോട് ഷെയർ ചെയ്തത് കേട്ടോ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന മോന് വേണ്ടിയിട്ട് ഉണ്ടാവണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കമന്റ് കണ്ട ഉടനെ തന്നെ നമ്മുടെ സൗമ്യ സിസ്റ്ററും അതുപോലെ തന്നെ ദേവിക മോളും ഉടനെ തന്നെ റിപ്ലൈ ആയിട്ട് കമന്റ് ചെയ്തായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും കുഞ്ഞു വാവയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഷാനൂസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് നമുക്ക് 2 ആഴ്ച മുന്നേ വന്നിട്ടുള്ളൊരു കമന്റ് ആയിരുന്നു കേട്ടോ. ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണെന്ന് ചെയ്യുന്നത്. ഹെൽത്ത് പരമായതും ശരീരം സൂക്ഷിക്കുന്നതുമായിട്ടുള്ള വീഡിയോ ചെയ്യണ ചേച്ചി എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ കുട്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വേറൊരു വീഡിയോ ആയിരുന്നു മണി സേവിങ് ടിപ്സ്. അത് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി കണ്ട് നോക്കുകയാണെ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഇന്ന് ഞാൻ ഓർത്തു ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ എല്ലാ വീട്ടമ്മമാരും, പ്രത്യേകിച്ച് മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ വീട്ടമ്മമാര് സ്വയം നമ്മുടെ ആരോഗ്യം മറന്ന് എല്ലാം മറന്ന് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവരായിരിക്കും അല്ലേ. അപ്പൊ അത് ആരുടെയും കുറ്റമല്ല, നമ്മുടെ സാഹചര്യങ്ങളാണ് നമ്മളെ അങ്ങനെ ആക്കുന്നത് അല്ലേ. പ്രത്യേകിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കൂട്ടുകുടുംബത്തിലൊക്കെ ആണെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷെ എന്നാലും നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം. നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. ഒരു ഹെൽത്തി ഹോം മേക്കർ ആവാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മുടെ ആരോഗ്യം കളഞ്ഞിട്ട് വീട്ടിലെ പണികൾ ചെയ്യേണ്ട ഒരു കാര്യമില്ല കേട്ടോ. നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ സാഹചര്യങ്ങൾ പലതായിരിക്കും. ഇപ്പം എൻ്റെ വീട്ടിലെ സാഹചര്യം ആയിരിക്കില്ല നിങ്ങളുടേത്. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വ്യത്യസ്തരായിരിക്കാം.
ചിലപ്പോൾ ഈ കൂട്ടുകുടുംബമൊക്കെ ആണെങ്കിൽ അമ്മായി അമ്മയും അമ്മായി അച്ഛനും പിന്നെ നമ്മുടെ ബ്രദറിൻലോ അല്ലെങ്കിൽ സിസ്റ്ററിൻലോ അങ്ങനെയൊക്കെ കുറേ ആളുകൾ ചേരുന്നതായിരിക്കും അല്ലേ നമ്മുടെ ഒരു ഫാമിലി എന്ന് പറയുന്നത്. ചിലരാണെങ്കിൽ അങ്ങനെ ആയിരിക്കത്തില്ല, ന്യൂക്ലിയർ ഫാമിലി ആയിരിക്കും. ഇപ്പം ഞങ്ങളെ പോലെ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്നവരായിരിക്കും. എന്നാൽ പോലും ഇന്നത്തെ കാലത്ത് പരസ്പരം മനസ്സിലാക്കി ഒരു കുടുംബത്തിൽ പോവുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർ വന്ന് നമ്മുടെ ആരോഗ്യം നോക്കും അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് ശരിയാക്കി തരുമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു വിഡ്ഢിത്തരം മാത്രമാണ്. അപ്പം നമ്മൾ നമ്മുടെ മെന്റൽ ഹെൽത്ത് നോക്കുക. അപ്പം ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഏതൊരു വീട്ടമ്മയ്ക്കും സിമ്പിളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു റുട്ടീനാണ് കേട്ടോ. ഞാൻ തീരെ കുഞ്ഞു മക്കളുള്ള അമ്മമാർക്ക് ഇത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് അറിയത്തില്ല, എന്നാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് എഴുന്നേൽക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ കൃത്യമായിട്ട് ചെറിയൊരു എക്സസൈസ് എങ്കിലും ചെയ്യാട്ടോ. അതെന്തെങ്കിലും ഒരു സ്ട്രെച്ചിങ്ങോ അല്ലെങ്കിൽ ഒരു വാക്കിങ്ങോ, പുറത്തുപോയി നടക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ സിമ്പിൾ ആയിട്ടുള്ള വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ എക്സസൈസുകളൊക്കെ കിട്ടും കേട്ടോ. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൃത്യസമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ ഒന്നിട വിട്ട് ഓട്സ് കഴിക്കാറുണ്ട്. ഓട്സിൽ ഷുഗറോ ഒന്നും ചേർക്കാതെ വെറുതെ ഫ്രൂട്ട്സ് മാത്രം കട്ട് ചെയ്തിട്ടിട്ട് കഴിക്കും. ചില ദിവസങ്ങളിൽ സാധാരണ നമ്മുടെ ദോശ, ഇഡ്ഡലി അങ്ങനെയുള്ളത് കഴിക്കും. എനിക്ക് പിന്നെ വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 ആഴ്ച ഓട്സ് കഴിക്കാറുണ്ട്. അപ്പോഴത്തേക്കും എൻ്റെ വെയിറ്റ് ലോസ് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ മൈൻഡ് സെറ്റ് അനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഒന്നും നമ്മളെ കൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല അല്ലേ. പ്രത്യേകിച്ച് ഫീഡിങ് മോംസിനൊക്കെ ആണെങ്കിൽ തീരെ പറ്റത്തില്ല. കാരണം കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് അതൊക്കെ നോക്കുന്നത്. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ വെള്ളം കൃത്യമായിട്ട് കുടിക്കുക. അത്യാവശ്യം വെള്ളം നന്നായിട്ട് കുടിക്കുക കേട്ടോ. കാരണം ഇനിയിപ്പോൾ വെയിൽ കാലമാണല്ലേ. വെയിൽ കാലത്ത് ചൂടൊക്കെ കൂടുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് അസുഖങ്ങളൊക്കെ വന്ന് പിടിപെടുന്നൊരു സമയമാണ്. അപ്പോൾ എനിക്കും വെള്ളം കുടിക്കാൻ നല്ല മടിയാണ്. അതുകൊണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചേക്കുക. അപ്പോഴത്തേക്കും തന്നെ നമുക്ക് നല്ലൊരു കുടിക്കാനുള്ളൊരു ഇത് തോന്നും, ഒരു മോട്ടിവേഷൻ തോന്നും അല്ലേ. ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റും സിമ്പിൾ മീൽസും ആണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റുട്ടീൻ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മീൽസ് നമ്മൾ എപ്പോഴും റെഗുലർ ആയിട്ട് കഴിക്കുക. ഇപ്പം നിങ്ങൾ എന്തൊക്കെ സ്കിപ്പ് ചെയ്താലും ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. മറ്റുള്ളവർ കഴിക്കുന്നതിൻ്റെ ബാലൻസ് ഉള്ള ഫുഡ് കഴിക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഒഴിവാക്കണം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മറ്റുള്ളവരോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും അങ്ങനെ കഴിക്കുന്നത് അല്ലേ. പ്രത്യേകിച്ച് ഹസ്ബൻഡൊക്കെ കഴിക്കുന്നതിൻ്റെ ബാലൻസ് നമ്മളെടുത്ത് കഴിക്കാറുണ്ട്. അപ്പം അങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ വണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള ആഹാരം മിതമായിട്ട് മാത്രം കഴിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഒരുപാട് നമ്മൾ ഭക്ഷണത്തിൽ കൊഴുപ്പുള്ള സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരുപാട് ഡീപ് ഫ്രൈ ഒക്കെ കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ പോലുള്ള സംഭവങ്ങളൊക്കെ വരുമല്ലേ. ഇപ്പം 30 വയസ്സ് കഴിയുന്ന എല്ലാ സ്ത്രീകൾക്കും അസുഖങ്ങളാണല്ലേ. ഇത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും അസുഖങ്ങൾ ഇല്ലാത്തവരില്ലല്ലേ. അപ്പം നമ്മളായിട്ട് ക്ഷണിച്ചു വരുത്തി നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണം അസുഖങ്ങൾ ഉണ്ടാക്കി വെക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഫിസിക്കലി ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. ഒരു 20-30 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ചെറിയൊരു മൂവ്മെന്റ് നിങ്ങളുടെ ബോഡിക്ക് കൊടുക്കട്ടോ. ഞങ്ങൾ പാർക്കിലും നടക്കാൻ പോകാറുണ്ട്. പാർക്കിൽ നടക്കാൻ പറ്റാത്ത സമയത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെറസിന്റെ മേലെ പോയി നടക്കാറുണ്ട് കേട്ടോ. പിന്നെ ചെറിയ രീതിയിലുള്ള യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യാം. ലൈറ്റ് ആയിട്ടുള്ള സ്ട്രെച്ചിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ എല്ലാവർക്കും ഒരു മിഥ്യാധാരണയുണ്ട്, നമ്മുടെ വീട്ടിലെ പണികളൊക്കെ എടുത്താൽ പോരെ, അതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റുമല്ലോ എന്ന്. അത് നിങ്ങളുടെ വെറും ധാരണ മാത്രമാണ്. നമ്മൾ ചെയ്യുന്ന വീട്ടുപണികളൊക്കെ ജസ്റ്റ് ഒരു ചെറിയൊരു മൂവ്മെന്റ് മാത്രമാണ് കേട്ടോ. പക്ഷെ ഇതങ്ങനെയല്ല. നമ്മൾ നന്നായിട്ട് വിയർത്തൊക്കെ നടക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പൊക്കെ അലിഞ്ഞു പോകും കേട്ടോ. നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ എക്സസൈസ് നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ അറിയുന്നത് ഒരു 40-50 വയസ്സൊക്കെ ആകുമ്പോഴാണ്. മുട്ടുവേദന, കാൽവേദന, നടുവേദന തുടങ്ങിയ എല്ലാ അസുഖങ്ങളും നമുക്ക് വന്ന് പിടിപെടും. അപ്പം അതുകൊണ്ട് തന്നെ ആരോഗ്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് തന്നെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. മെന്റലി ഇമോഷണലി ആയിട്ടുള്ള നമ്മുടെ ഹെൽത്ത് എപ്പോഴും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മീ ടൈം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചാനലിൽ തന്നെ ഒത്തിരി മീ ടൈം വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സെൽഫ് കെയർ വീഡിയോസ്. ഇപ്പം നമ്മൾ വീട്ടിലെ പണികളെല്ലാം ഒരു സമയത്തിനുള്ളിൽ ചെയ്ത് തീർത്തതിന് ശേഷം നമുക്ക് നേരെ വന്നിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്ന
ചെയ്യുന്ന പോലെ ഗാർഡനിങ്ങിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുക്സ് വായിക്കണോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. എല്ലാവർക്കും സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി പറയാറുണ്ട്. പക്ഷെ നമുക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്ത് ജോലികൾ ചെയ്യാൻ അറിയാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് കേട്ടോ. എത്ര തിരക്കുള്ള വീട്ടമ്മമാരാണെങ്കിലും നമ്മുടെ വീട്ടുപണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ പറ്റും. അത് നിങ്ങൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസിലൂടെ മാത്രമേ നിങ്ങൾക്കത് ചെയ്യാനും പറ്റുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ജേർണലിംഗ് എഴുതാം. ഞാൻ രാവിലെ കുറച്ച് നേരം സമയം എടുത്തിട്ട് ജേർണലിംഗ് എഴുതാറുണ്ട്, അതായത് ഡയറി എഴുതാറുണ്ട്. എൻ്റെ അന്നത്തെ ഡേയിൽ നടന്നിട്ടുള്ള നല്ല സംഭവങ്ങൾ അല്ലെങ്കിൽ തലേ ദിവസത്തെ കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കാതെ നമുക്ക് ഉള്ളതിൽ നമ്മൾ സംതൃപ്തി നേടുക എന്നുള്ളതാണ് കേട്ടോ. അതായത് നമുക്കിപ്പോൾ നല്ല വീടുണ്ടായിരിക്കാം കിടന്നുറങ്ങാനായിട്ട്, ഇല്ലെങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടായിരിക്കാം, അസുഖങ്ങളൊന്നും ഇല്ലാത്ത നല്ല ശരീരം തന്നിട്ടുണ്ടായിരിക്കാം ദൈവം. അതുപോലെ തന്നെ നമുക്ക് സമാധാനമുള്ളൊരു ജീവിതം ഉണ്ടായിരിക്കാം. ഇനിയിപ്പോൾ നമുക്ക് സമാധാനം ഇല്ലാത്ത ജീവിതമാണെങ്കിൽ പോലും നമുക്ക് ഹെൽത്ത് പരമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ സമാധാനമുള്ളവർ തന്നെയാണ്. അപ്പോൾ അസുഖങ്ങളുള്ളവരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ അതിൽ പരം ഒരു നന്ദിയുണ്ടോ ഈ ലോകത്ത് പറയാനായിട്ട്? അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മളൊന്ന് കൗണ്ട് ചെയ്യാട്ടോ. നമ്മുടെ ബ്ലെസ്സിങ്സ് അതൊക്കെ ഒന്ന് കൗണ്ട് ചെയ്ത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. മനസ്സിലെങ്കിലും ഒന്ന് പറയുക. മറ്റുള്ളവരുമായിട്ടുള്ള ബൗണ്ടറീസ് എപ്പോഴും സെറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ എല്ലായ്പ്പോഴും എല്ലാവരോടും ടൈം സ്പെൻഡ് ചെയ്ത് വെറുതെ നിങ്ങളുടെ എനർജി വേസ്റ്റ് ആക്കരുത്. ആവശ്യത്തിന് മാത്രം മറ്റുള്ളവരോട് സംസാരിക്കാനും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ പോകാതിരിക്കാനും ശ്രമിക്കുക. എപ്പോഴും ഒരു സോഷ്യലി കണക്റ്റഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറയും. അതായത് ഫ്രണ്ട്സും നമ്മുടെ ഫാമിലി, നമുക്കൊരു ചെറിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവരുമായിട്ടൊന്ന് കണക്റ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ഡീപ്പായിട്ടുള്ളൊരു കണക്ഷൻ ഞാൻ ആരുമായിട്ടും വെക്കാറില്ല. എനിക്കത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് തന്നെയാണ് എല്ലാവരോടും നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ എല്ലാവരോടും ഭയങ്കരമായിട്ടൊരു അടുപ്പം കാണിച്ചു കഴിഞ്ഞാൽ അവസാനം നമുക്ക് പാരയാവുകയേ ഉള്ളൂ. അതെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഒരു ഹായ് ബൈ ബന്ധം മാത്രമേ ഞാൻ വെക്കാറുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഹോം മേക്കർ എന്ന് പറയുന്നത് ആ വീടിനെ തന്നെ പീസ്ഫുൾ ആക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് സമാധാനം ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളും ഭർത്താവും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും സമാധാനവും സന്തോഷമായിട്ടിരിക്കും. എന്നാൽ എപ്പോഴും നമുക്ക് സമാധാനവും സന്തോഷവും കിട്ടുമെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ നമ്മളത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ പോസിറ്റീവായിട്ടുള്ള ആളുകളായിരിക്കണം. നെഗറ്റീവ് പറയുന്നവരും ഗോസിപ്പ് പറയുന്നവരും ആയിട്ടുള്ള കമ്പനികൾ കൊണ്ട് നടക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവുകയും നമ്മുടെ സർക്കിൾ ചുരുങ്ങുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുകയും കൂടുതൽ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ സമാധാനം കൊണ്ടുവരാനും പറ്റും. ഒരു സ്മാർട്ട് ഹോം സിസ്റ്റം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ചാൽ ഒരു പെർഫെക്ഷനിസ്റ്റ് ആവണം എന്നല്ല പറയുന്നത്. ഒരു ഡീപ് ക്ലീനിങ് ഒക്കെ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റും അല്ലേ? ഒന്നിന് സമയമില്ല എന്ന് പറയുന്ന ആൾക്കാർ വെറുതെ സമയം കളയുന്ന ആൾക്കാരായിരിക്കും. കൂടുതലും ഫോൺ കണ്ടും ഫ്രണ്ട്സുമായിട്ട് ചുറ്റിക്കറങ്ങി നടന്നും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെട്ട് സമയം കളയുന്നവരായിരിക്കും. ഒരു പ്രൊഡക്റ്റീവ് ആയ അല്ലെങ്കിൽ ഒരു ബിസി ആയിട്ടുള്ള ഒരു ഹോം മേക്കറിന് ഒരിക്കലും ഇതിനൊന്നും സമയം കിട്ടത്തില്ല. എനിക്ക് സത്യത്തിൽ ഇതിനൊന്നും സമയം കിട്ടാറില്ല കേട്ടോ. മറ്റുള്ളവരുമായിട്ട് ഒരുപാട് നേരം സംസാരിച്ചിരിക്കാനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട് അഞ്ജുവിനോടാണ് ഞാൻ കൂടുതലും സംസാരിക്കുന്നത്. അതും ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ട് മാത്രമാണ് അവളോട് ഫോൺ ചെയ്യാറുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള സമയത്തൊക്കെ ഞാൻ എൻ്റെ വീട്ടിലെ ക്ലീനിങ് കാര്യങ്ങളും ഗാർഡനിങ് കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് സമയം ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വീക്ക്ലി ക്ലീനിങ് റൊട്ടേഷൻ നമ്മൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഡീക്ലട്ടർ ചെയ്യുക. ഡെയിലി നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഡീക്ലട്ടറിങ് ചെയ്ത് കളയുക. അതുപോലെ തന്നെ സിമ്പിൾ റുട്ടീൻ എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ മോർണിംഗ് ആണെങ്കിൽ കുറച്ച് സമയം മോർണിംഗിലത്തേക്ക് ഇപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് കിച്ചണിൽ കയറി കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞാൽ ആമിയെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ നടക്കാൻ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ പാത്രങ്ങളെല്ലാം കഴുകി സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കിച്ചണിലേക്ക് കയറത്തില്ല കേട്ടോ. അപ്പോൾ എൻ്റെ മോർണിംഗ് റുട്ടീൻ അവിടെ കഴിഞ്ഞു. പിന്നെ വരുന്ന സമയമൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ആ സമയത്താണ് ഞാൻ വീഡിയോ എഡിറ്റിങ്ങും വോയിസ് ഓവർ കൊടുക്കലും പിന്നെ എനിക്ക് റീഡിങ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യും, ഗാർഡനിങ് ഉണ്ടെങ്കിൽ അത് ചെയ്യും, എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സമയത്തായിരിക്കുള്ളൂ ഞാൻ വന്നിട്ട് നമ്മുടെ ക്ലീനിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള റുട്ടീൻസ് എപ്പോഴും ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈവനിങ് ആകുമ്പോഴത്തേക്കും വേറൊരു റുട്ടീൻ നമ്മൾ സെറ്റ് ചെയ്യുക. ഈവനിങ് ആകുമ്പോഴാണ് ഞാൻ പിന്നെ അടുത്ത് കിച്ചണിൽ കയറുന്നത്. അത് നൈറ്റ് ഡിന്നർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു റുട്ടീനാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് എന്തെങ്കിലും ഒരു ജ്യൂസോ എന്തെങ്കിലും ഒരു ഡ്രിങ്ക് നമ്മൾ കുടിക്കാറുണ്ട് വൈകുന്നേരം. രാവിലെ നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മോർണിംഗ് ഡ്രിങ്കിലൂടെയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഞാൻ ചിയാ സീഡിൻ്റെ ഡ്രിങ്ക് കുടിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്
ഇൻസ്റ്റന്റ് ആയിട്ട് മല്ലിയും നല്ല ജീരകവും കൂടി ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം അതാണ് കുടിക്കുന്നത് കേട്ടോ. അത് ഞാൻ വരുന്ന വ്ളോഗിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പൊ അതൊക്കെ നമ്മുടെ കിഡ്നിയുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ്. കിഡ്നി ക്ലീൻ ചെയ്യാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ബോഡിക്ക് സെറ്റ് ആവുന്ന എന്തെങ്കിലും ഒരു ഡ്രിങ്ക് നമ്മൾ കുടിക്കുക. ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വെറുതെ പച്ചവെള്ളം അല്ലെങ്കിൽ ചെറു ചൂടുള്ള വെള്ളമൊക്കെ കുടിക്കുക കേട്ടോ. പിന്നെ ലെമണും ഹണിയൊക്കെ ഇട്ടിട്ടുള്ള വെള്ളം അങ്ങനെയൊക്കെ കുടിക്കാം വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്. എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു റുട്ടീൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ സ്ട്രെസ് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. അതോടുകൂടി നമ്മുടെ ഹെൽത്തും നല്ലതായിട്ട് കൊണ്ട് നടക്കാനും പറ്റും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് വീട്ടമ്മയ്ക്ക് അവരുടെ സ്ലീപ്പ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. പല വീട്ടമ്മമാർക്കും ഇപ്പോൾ ഉറക്കം ഇല്ലാത്തവരായിരിക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ നമ്മുടെ രീതിക്ക് അനുസരിച്ച് ഒരിക്കലും നമുക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലേ. അപ്പോൾ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. കുഞ്ഞു മക്കളുള്ള അമ്മമാർക്ക് പറ്റിയൊരു റുട്ടീൻ ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ കണ്ടു നോക്കൂ. കുഞ്ഞു മക്കളുള്ള അമ്മമാർ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബെഡ് ടൈം നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുക. പിന്നെ നൈറ്റ് ടൈമിലുള്ള ഈ ഫോൺ സ്ക്രോളിംഗ് ഒക്കെ ഒന്ന് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഒരു കാം നൈറ്റ് റുട്ടീൻ നമ്മൾ സെറ്റ് ചെയ്യുക. റൂമിനകത്ത് ബ്രൈറ്റ് ആയിട്ടുള്ള വെളിച്ചമൊക്കെ ഇട്ട് കിടന്നാൽ നമുക്ക് ഉറക്കം വരത്തില്ലല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഡിം ആയിട്ടുള്ള ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുക. നല്ല മ്യൂസിക് ഒക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ രാവിലെ ആകുമ്പോൾ നമുക്കൊരു ഉറക്കച്ചടവും കാണത്തില്ല. നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മുടെ ലൈഫിൽ നല്ലൊരു മാറ്റവും തോന്നും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു നല്ലൊരു പേഴ്സൺ ആവാനായിട്ട് ഗ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കീപ് ഗ്രോയിങ് ആസ് എ പേഴ്സൺ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എപ്പോഴും നമ്മൾ വീട്ടമ്മമാരല്ലേ, വീട്ടിലിരിക്കുമല്ലേ, നമുക്ക് പണിയൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളെ സ്വയം നമ്മൾ താഴ്ത്തിക്കൊണ്ടിരിക്കാതെ എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യം പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഞങ്ങൾ റീസെന്റ് ആയിട്ട് ഞാനും ആമിയും കൂടി റീസെന്റ് ആയിട്ട് പഠിച്ചൊരു കാര്യമാണ് ദേ ഈ ഒരു ബോട്ടിൽ ആർട്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ബോറടിക്കുന്ന സമയത്തൊക്കെ ഞാനും മോളും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ പെയിന്റിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. ഇതൊന്നും ഒരുപാട് പഠിക്കാനൊന്നും വലിയ കഴിവൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ആർക്ക് വേണമെങ്കിലും പഠിക്കാവുന്നേ ഉള്ളൂ ഇപ്പൊ യൂട്യൂബിൽ നോക്കിയിട്ട്. ഇല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയൊരു എംബ്രോയിഡറി വർക്കോ അല്ലെങ്കിൽ ഒരു ആരി വർക്കോ അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റിച്ചിങ്ങോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുക്കിംഗ് ആയിരിക്കാം, എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ ബുക്ക് റീഡിങ് ആയിരിക്കാം, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പുതുതായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കുന്നു, നിങ്ങൾക്ക് മടുത്തു ജീവിതം അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് പുതിയ പുതിയ കാര്യങ്ങളിലോട്ട് എൻഗേജ്ഡ് ആവുക. മാക്സിമം നല്ല നല്ല ബുക്കുകൾ വായിക്കുക. നല്ല ബുക്കുകൾ വായിക്കുന്നതോടുകൂടി നിങ്ങളുടെ അറിവ് കൂടും, വ്യക്തിത്വ വികസനം ഉണ്ടാവും. അപ്പൊ നല്ല നല്ല ബുക്സ് വായിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറയുന്നത് എല്ലാ ജോണറിലുള്ള ബുക്സും വായിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ അറിവ് കിട്ടുകയും നമ്മൾ നമ്മുടെ ഒരു വ്യക്തിത്വം കൂട്ടിയെടുക്കാനും വികസിപ്പിച്ചെടുക്കാനൊക്കെ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ചെറിയ ചെറിയ പേഴ്സണൽ ഗോൾസ് നിങ്ങൾ സെറ്റ് ചെയ്യുക കേട്ടോ. ഞാനൊരു വീട്ടമ്മയല്ലേ എന്ന് വിചാരിച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ചു പോകാമെന്ന് വിചാരിക്കാതെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്ത് അത് നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ തുടരുക. അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലൈഫിൽ ഒരു ബോറടിയോ അല്ലെങ്കിൽ ഒരു വീക്ക് പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ തോന്നത്തില്ല. അതുപോലെ തന്നെ എപ്പോഴും ഒരു സൈഡ് ഹോബി അല്ലെങ്കിൽ ഒരു പാഷൻ നിങ്ങൾ തുടരുക. എത്ര ബിസിയുള്ള വീട്ടമ്മയാണെങ്കിലും എത്രയൊക്കെ തിരക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു പഴയ ഒരു ടാലന്റ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കുന്ന ഒരു കഴിവായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് പാട്ട് പാടുന്ന കഴിവായിരിക്കാം, ചിലപ്പോൾ ഡാൻസ് കളിക്കുന്നതായിരിക്കാം. എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിച്ച് അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ചെയ്യുന്ന വീട്ടുപണികളെക്കാളും ഒക്കെ നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളുണ്ട്. അതെന്തായാലും പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മന്ത്ലി അല്ലെങ്കിൽ ഒരു ഇയർലി ഹെൽത്ത് ചെക്കപ്പ് മസ്റ്റ് ആയിട്ടും എല്ലാ ലേഡീസും ചെയ്യണം. അതിന് നമ്മൾ ഒരുപാട് കാശൊക്കെ ആവുമെന്ന് വിചാരിച്ചിട്ട് നോക്കിയിരിക്കരുത് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇയർലി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. എൻ്റെ ഹസ്ബൻഡ് മസ്റ്റായിട്ടും ചെയ്യും. ഞാൻ ഈ റീസെന്റ് ആയിട്ടുള്ള കഴിഞ്ഞ 2 വർഷം കൊണ്ടാണ് ചെയ്യുന്നത്. 30 വയസ്സിന് ശേഷം സാധാരണ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവുന്ന കാര്യങ്ങളാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, അതുപോലെ തന്നെ പല്ലിന് പ്രശ്നം, കാൽസ്യത്തിന്റെ കുറവുണ്ടാവുക, പിന്നെ കണ്ണിന് പ്രശ്നം വരിക, മൈഗ്രെയിൻ പോലുള്ള തലവേദന പോലുള്ള പ്രശ്നങ്ങൾ. ഇപ്പൊ സി സെക്ഷൻ ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ, ഞാൻ സി സെക്ഷൻ ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് നല്ലപോലെ ബാക്ക് പെയിൻ ഉണ്ടാകാറുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ. അപ്പൊ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇതൊക്കെ വലിയ അസുഖങ്ങളിലായിരിക്കും അവസാനം കൊണ്ടെത്തിക്കുന്നത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അസുഖം വന്ന് മൂർച്ഛിച്ചതിന് ശേഷം നമ്മൾ ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞിരിക്കാതെ തുടക്കത്തിലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു ടെസ്റ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? ഇപ്പൊ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും ഷുഗർ ലെവലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം ഷുഗർ ടെസ്റ്റും കൊളസ്ട്രോൾ ടെസ്റ്റും അതൊക്കെ മസ്റ്റ് ആയിട്ട് 30 വയസ്സിന് മേലെയുള്ള എല്ലാ ലേഡീസും എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ 6 മാസത്തിലൊരിക്കൽ നിങ്ങളൊരു ദന്തിസ്റ്റിനെ കാണുക. നിങ്ങളുടെ പല്ലിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യാട്ടോ. അതൊക്കെ ഞങ്ങൾ ഇവിടെ ചെയ്യാറുണ്ട്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ ഒരു ഹെൽത്തിനെ കുറിച്ച് ഒരു അവയർനെസ് കിട്ടും. പിന്നെ നമുക്ക് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക.
ആരോഗ്യം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അത് നമുക്ക് ലൈഫിൽ എത്ര പണം കൊടുത്താലും നമുക്ക് കിട്ടാത്തൊരു കാര്യമാണല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യം എന്ന് പറയുന്നത് ഒരു വീട്ടമ്മയെ സംബന്ധിച്ച്, ഇപ്പോൾ വീട്ടമ്മയാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ശരി തന്നെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ എത്രയൊക്കെ സമ്പാദിക്കുന്നു, എത്രയൊക്കെ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ തീർന്നു അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോഴുള്ള ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും ഭാവിയിൽ പുതിയ അസുഖങ്ങൾ വരാതിരിക്കാനും ഒക്കെ നല്ലൊരു റൊട്ടീൻ നമ്മൾ ഉറപ്പായിട്ടും ഉണ്ടാക്കിയെടുക്കണം. അത് വീട്ടമ്മമാരായ നമ്മൾ തന്നെ വീട്ടിലത് മുൻകൈ എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റുട്ടീൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് മീൽ പ്ലാനിങ് ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഹെൽത്തി ആയിട്ട് കഴിക്കാനുള്ള മീൽ പ്രിപ്പ് നമ്മൾ നോക്കി കണ്ടുമൊക്കെ ചെയ്യാട്ടോ. അതുപോലെ തന്നെ വീട്ടുപണികൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ നന്നായിട്ട് തന്നെ റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രമിക്കാട്ടോ. അങ്ങനെ നമുക്കൊരു റെസ്റ്റ് കിട്ടാതെ വരുമ്പോഴാണ് വീട്ടുജോലി ഒരു ഭാരമായിട്ട് തോന്നുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് നോക്കാൻ പറ്റാതെ വരുന്നത്. ഇപ്പം ഞാൻ എത്രയൊക്കെ വീഡിയോ ചെയ്തു, എത്രയൊക്കെ മോട്ടിവേഷൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നിങ്ങൾ തന്നെ അതിന് മുൻകൈ എടുത്താലേ പറ്റത്തുള്ളൂ. അപ്പം ഈ കുട്ടി എനിക്ക് മെസ്സേജ് ഇത് കമന്റ് ഇട്ടപ്പോഴും പറഞ്ഞിരുന്നത് ആരോഗ്യം നോക്കാത്ത ഒരാളാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്കൊക്കെ എനിക്ക് നല്ല മടിയാണ് വെള്ളം കുടിക്കാനും, ഈവൻ എനിക്ക് നടക്കാൻ പോകാൻ പോലും ഭയങ്കര മടിയാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡാണ് എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ അങ്ങനെ നമ്മളെ നിർബന്ധിക്കാനോ അല്ലെങ്കിൽ കൊണ്ടുപോകാനോ ഒന്നും ആരും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സ്വയം മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ. നമ്മളെ തന്നെ എപ്പോഴും ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കട്ടോ. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഒരു ഡെയിലി ഹെൽത്തി റുട്ടീൻ സിമ്പിളായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മോർണിംഗ് റുട്ടീൻ, ആഫ്റ്റർനൂൺ റുട്ടീൻ, ഈവനിങ് റുട്ടീൻ എന്ന് പറഞ്ഞിട്ട് 3ആയിട്ട് തരംതിരിക്കുക. പിന്നെ ലഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം കിടന്നുറങ്ങാതെ ചെറിയൊരു നാപ്പ് എടുക്കുക. പിന്നെ ഈവനിങ് റുട്ടീൻ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നത് ഫാമിലി ആയിട്ട് നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫാമിലി ആയിട്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ സന്തോഷം വരികയും നമ്മൾ ഹെൽത്തി ആവുകയും ചെയ്യും. അപ്പോൾ ഈ കുട്ടി ഒരു വീഡിയോ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ എന്തായാലും ഷെയർ ചെയ്യാമെന്ന് കരുതിയത് കേട്ടോ. അപ്പം ഞാൻ എന്തെങ്കിലും പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇതിലൊന്ന് ആഡ് ചെയ്യണേ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി ഫ്രൈഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.